Hello guys, welcome back to my YouTube channel. You're watching Kavya Talkies. ഇത്ര നാളെ കണ്ടിട്ടല്ലേ കുറേ നാളായി. സോ ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് ആൻഡ് അങ്ങനെ ചുമ്മാ നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു വ്ളോഗ്. സോ വെൽക്കം ടു മൈ വീഡിയോ. യെസ് ഗായ്സ്, അപ്പോൾ കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട് ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചുമ്മാ കുറേ നാളെ വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അവിടെ ചുമ്മാ ഇരിപ്പുണ്ടല്ലോ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മീൻസ് പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ചുമ്മാ രസം. സോ നമുക്ക് ഇന്നിപ്പോൾ ടൈം ഒരു 9 മണിയായിട്ടുണ്ട്. 8:30 ആകുമ്പോഴാണ് ഞാൻ പൊതുവെ ഇപ്പോൾ എണ്ണിക്കുന്നത്. ഞാൻ അറിയാമല്ലോ, ഞാനിപ്പോഴും സൗദി തന്നെയാണുള്ളത്. ആൻഡ് ഇനി 1 month കൂടി ഉള്ളു ഗായ്സ്. ഓൾമോസ്റ്റ് 1 month കൂടെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോവാണ്. എനിക്ക് നാട്ടിൽ പോകണമെന്നും ഉണ്ട്. നാട്ടിൽ പോയാൽ ചിലപ്പോൾ ഇവിടെ മിസ് ചെയ്യുമായിരിക്കും. ബിക്കോസ് ഇത് രസമുള്ളൊരു ലൈഫായിരുന്നു. ആരുടെയും ശല്യമില്ല. അത് തന്നെ ഒരു സമാധാനമാണല്ലോ. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞൊരു ആളെന്ന നിലയിൽ മറ്റാരുടെയും ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളുടേതായ ഒരു ലൈഫ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലോട്ട് പോയിട്ട് ഇനി തിരിച്ച് എപ്പോൾ വരും, എങ്ങനെ വരും, എന്ത് വരും എന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് നാട്ടിൽ ഞാൻ പോകുന്നത് പ്രസവിക്കാനാണ് ഗായ്സ്. വയറൊന്നും ആയിട്ടില്ല. എന്തായാലും ഞാൻ 3 months കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഐ എം പ്രഗ്നന്റ് ആൻഡ് 4th monthലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കടന്നു കഴിഞ്ഞു. 3rd month സ്കാനിങ് കഴിഞ്ഞു, NT സ്കാനിങ് കഴിഞ്ഞു. ഓൾ നോർമൽ, എല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് 3 months ഞാൻ ശരിക്കും ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് വോമിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നൈസായിട്ട് പോയി. എനിക്കെല്ലാം കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ചില സാധനങ്ങളോടൊരു ഇഷ്ടക്കുറവുണ്ട്. അത് നമ്മൾ കഴിക്കാതിരുന്നാൽ മതിയല്ലോ. ബാക്കി പരിപാടികളെല്ലാം ഞാൻ തന്നെ ചെയ്തോണ്ടിരുന്നത്. കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും. അതിശറിയാലോ, ഒരു മടിയനാണ്. എന്നാലും ഇടയ്ക്ക് എന്തൊക്കെയോ കാണാം. തട്ടിക്കുട്ടലൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു നാട്ടിൽ വന്നു നിന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ നാട്ടിൽ നിന്ന ഇതൊന്നും ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വെറും ഒരു അമ്മക്കുട്ടിയായിട്ട് അമ്മയുടെ കീഴിൽ ഇങ്ങനെ അങ്ങോട്ട് വലയതു നീ നടന്നേനെ. കാരണം എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചട്നി ഉണ്ടാക്കും കേട്ടോ, അപ്പത്തിൻ്റെ ചട്നി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നും അറിയില്ലായിരുന്നല്ലോ. കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറേശ്ശെ ഓരോന്ന് യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കി. നമ്മുടെ ഷാൻ ജിയോ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് സത്യം പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കാൻ പഠിച്ചു. ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ മുഖഭാവം മാറുന്നത് എന്തൊക്കെയോ പോലെ തോന്നിയാട്ടോ. രാവിലെ ആകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളുണ്ട്. ആസ് എ പ്രഗ്നന്റ് വുമൺ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്. അപ്പം നമ്മൾ പിന്നെന്താ എന്തൊക്കെയോ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ തന്നെ ജീവിക്കാൻ പഠിച്ചു. അതാണ് മെയിൻ. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. അതിൽ സന്തോഷമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റി. ഇനിയിപ്പം ഞാൻ ചെറിയ രീതിയിൽ ഒരറ്റത്തുനിന്ന് ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് ഫോർ മൈ ഡിയർ വൺസ്. അപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചു തുടങ്ങി. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ എന്താ എല്ലാം എനിക്ക് തന്നെ മേടിക്കാൻ പറ്റി. ഞാൻ മേടിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാനാണ് മേടിച്ചത്. പ്ലീസ് ഡോണ്ട് പോയിന്റ്. ഓക്കെ, ഞാൻ ആരെയും ശല്യം ചെയ്തിട്ടില്ല. എൻ്റെ കാര്യങ്ങൾക്ക് ഒരു ലാസ്റ്റ് 1 year അല്ല, ഞാൻ വന്നത് October 10th കഴിഞ്ഞ October 10th വന്നിട്ട് ഇപ്പോൾ മാർച്ച് ആവുന്നു. നെക്സ്റ്റ് മന്ത് മാർച്ച് ആണല്ലോ. മാർച്ച് 18th വരെയാണ് എനിക്ക് വിസ ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഞാൻ പോകും. ഓക്കെ, അപ്പം അതുവരെ നമുക്ക് നമ്മളുടേതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് ഫോർ എന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി, ഇൻഡിപെൻഡൻ്റ് ആക്കി. ഐ ലൈക്ക് ഇറ്റ്. ഇനി ഈ വർഷം ഞാൻ 2025 കേട്ടോ പറഞ്ഞത്. 24 വന്നത്. ഈ വർഷം ഇനി
ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ ഇപ്പം ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്നു. ഡെലിവറിയും കാര്യങ്ങളും എല്ലാം നാട്ടിലായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് എവിടാന്ന് വെച്ചാൽ നോക്കാം നമുക്ക്. അതപ്പോഴത്തെ കാര്യം. ഓക്കെ, ഇപ്പോൾ എന്തായാലും അത് മാത്രമേ ഉള്ളൂ മൈൻഡിൽ. ദെൻ അങ്ങനെയൊക്കെയാണ് ലൈഫിൽ. ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു മദർലി ഫീലിംഗ്, മദർഹുഡ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ. ഞാൻ പ്രഗ്നന്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആക്സിഡന്റലി വല്ലതും ആണോ, എന്താ സംഭവിച്ചത്? കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ അനുസരിച്ച് കുറച്ച് വേറെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നി, എന്നെ എല്ലാവരും അത്യാവശ്യം ഉപദേശിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് പ്രായം നോക്കണം. ഇപ്പം എനിക്ക് 28 വയസ്സുണ്ട്. സോ നമ്മൾ ഏജ് നോക്കണം, ഇത് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് കൊച്ചുണ്ടാവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ ഒരു എന്താ പറയുക, ഇതൊരു അഹങ്കാരമായിട്ട് പറയുമല്ല, ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ലൈക്ക് എപ്പോൾ നമുക്ക് ബേബി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ, നമ്മളല്ല ഞാൻ ആഗ്രഹിച്ചോ, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോൾ 18ാമത്തെ വയസ്സ് ഞാൻ കല്യാണം കഴിച്ചു, 19ാമത്തെ വയസ്സ് ഞാൻ പോലും അറിയാതെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. അപ്പോൾ അതും ഉണ്ടായില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഓക്കെ നമുക്കൊരു ബേബി ആവാം എന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ നമുക്കൊരു ബേബി, നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മറ്റാർക്കും വേണ്ടിയല്ല ഞാൻ പ്രഗ്നൻ്റ് ആയത്, എനിക്ക് തന്നെ വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി പ്രഗ്നൻ്റ് ആയതാണ്. സോ അതിൽ സന്തോഷം. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ടച്ച് വുഡ്, വുഡില്ല, ടച്ച് വുഡ്. പിന്നെ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആദ്യം ഇന്നിപ്പോൾ രാവിലെ 9 മണി ആയിട്ടുണ്ട്. ഞാൻ ഒരു 8:30 ആ ഒരു ടൈമിലാണ് എണ്ണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചിലപ്പോൾ പഴം പുഴുങ്ങി കഴിക്കും. ബിക്കോസ് ഈ ടൈമിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പഴമൊക്കെ പുഴുങ്ങി കഴിച്ചാൽ നൈസ്. അതുകൊണ്ട് നമ്മളൊരു പഴം പുഴുങ്ങി കഴിക്കും. ദെൻ ഇന്ന് നമുക്ക് അപ്പവും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ചട്നിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് പുട്ട് സം ചില്ലി പൗഡർ. ഓ മൈ ഗോഡ്. എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പം ചുടാം. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പം ഒരു 3 അപ്പമുണ്ട്, ചിലപ്പോൾ 4 കഴിക്കും. ആൻഡ് എൻ്റെ ചട്നിയും പഴം പുഴുങ്ങിയതുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ കാണും, അല്ലെങ്കിൽ അമ്മേനെ വീഡിയോ കോൾ ചെയ്യും, അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ബോറടിക്കുമല്ലോ. സോ അത് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നലെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് കുറച്ച് കൊഞ്ച് മേടിച്ചു. ബേസിക്കലി കൊഞ്ച് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല ഒരുപാട് കഴിക്കാൻ പാടില്ല, നന്നായിട്ട് കുക്ക് ചെയ്ത് കുറച്ചൊക്കെ കഴിക്കാം. സോ ഞാൻ ഇന്ന് കൊഞ്ച് കറി എന്തെങ്കിലും വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ. ഫസ്റ്റ് 3 months ഞാൻ കൊഞ്ച്, ഞണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര കൊതി തോന്നി അത് കണ്ടപ്പോൾ. ഞാൻ കൊഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് കുറേ ഷോയൊക്കെ ഇറക്കിയിട്ടാണ് മേടിച്ച്. എനിക്ക് ചുമ വരുന്നു. സോ ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊഞ്ച് തീയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ സ്റ്റൈൽ കൊഞ്ച് തീയൽ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ട്. നാടൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ കൊഞ്ച് വൃത്തിയാക്കണം. കൊഞ്ച് നമ്മൾ ഇന്നലെ നെസ്റ്റോയിൽ പോയപ്പോൾ മേടിച്ചതാണ്, പക്ഷേ കൊഞ്ച് അവർ തൊലിച്ച് തരില്ല. സോ നമ്മളത് വൃത്തിയാക്കണം. പിന്നെ തേങ്ങ അരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കൊഞ്ച് നമ്മൾ കുറച്ച് മേടിച്ചോളൂ കേട്ടോ. ബിക്കോസ് അവിടെ ഇന്നിങ്ങനെ ഞാനും അത് ചൂടാൻ കൊഞ്ച് മേടിക്കാം, കൊഞ്ച് മേടിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം തർക്കത്തിനൊടുവിൽ എനിക്ക് 10 കൊഞ്ചെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു.
അത്രയ്ക്ക് എണ്ണി എടുക്കാവുന്ന കൈൻഡ് ഓഫ് കൊഞ്ചാണ്. കുറച്ച് കൊഞ്ചുള്ളൂ. ഇതിവിടെ വീണാൽ നല്ല സ്മെല്ലായിരിക്കും. സോ നമുക്കിത് വൃത്തിയാക്കി ഇതിനകത്ത് തന്നെ ഇടാം. കുറച്ച് കൊഞ്ചുള്ളൂ കേട്ടോ. ഇങ്ങനെ എണ്ണ 1 2 3 4 5 10-15 കൊഞ്ചേ ഉള്ളൂ. എനിവേ ദിസ് ഇസ് ദ കോഞ്ച് നൗ. ഇവിടെ ഉള്ള കൊഞ്ച് ഇതാണ്. കൊഞ്ച് തീയൽ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, കൊഞ്ച് കറി വെച്ചിട്ടുണ്ട്. ബട്ട് അതങ്ങനെ ഇത് നാടൻ കൈൻഡ് ഓഫ് കൊഞ്ചായിരുന്നില്ല. ഞാൻ വെച്ചത് വേറെ എന്തോ പ്രോൺസ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. രാവിലെ എണ്ണിട്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു കിച്ച് കിച്ച് പ്രോബ്ലം. ഐ ഡോണ്ട് നോ വൈ. നമുക്ക് കൊഞ്ച് തെളിച്ച് പ്ലേറ്റിലേക്ക് ഇടാം. അപ്പൊ നമ്മള് ലൈഫ് അപ്ഡേറ്റ്സ് ആയിരുന്നല്ലോ അല്ലേ? അപ്പൊ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ കുറെ കഴിഞ്ഞ് ഇരുന്ന് കാണാൻ ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത് പലപ്പോഴും ഞാൻ ട്രാവൽ ചെയ്ത എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയ വീഡിയോ ഒക്കെയാണ് പൊതുവെ ഇരുന്ന് കാണാറ്. എന്നാലും അതൊരു രസമാണ് നമുക്ക് തന്നെ. ഞാൻ ശരിക്കും വ്ളോഗ് പലപ്പോഴും എനിക്ക് തന്നെ പിന്നെ കാണാനുള്ള ഒരു ഇതിനൊക്കെയാണ് എടുക്കുക. പിന്നെ ഓഫ് കോഴ്സ് മോണിറ്റൈസേഷനൊക്കെ സംഭവിച്ചാൽ നല്ലത്. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ചെയ്തിട്ട് കാര്യമുള്ളൂ. വ്ളോഗ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. എനിക്കതറിയാം. പക്ഷേ പലപ്പോഴും പല 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 കാരണങ്ങൾ കൊണ്ട് അത് നടക്കാറില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം പൊതുവെ എനിക്ക് ലൈഫിൽ കുറവാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ക്ലച്ച് പിടിക്കാത്തത്. അപ്പം നമ്മൾ ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞു വന്നത് റിലേ പോയിരിക്കുകയാണ്. നമ്മൾ ഈ പ്രഗ്നൻ്റ് ആകുമ്പോഴല്ല, ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ബ്രെയിൻ ചുരുങ്ങും അത്രേ. നമ്മുടെ ഓർമ്മയൊക്കെ കുറയും. ശരിക്കും എനിക്ക് ഓർമ്മയൊക്കെ കുറയുന്നുണ്ട് ഗൈസ്. എല്ലാം എൻ്റെ ബേബി പിടിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. രാവിലെ ടാബ്ലറ്റ് കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കാൽസ്യം, അയൺ, ഫോളിക് ആസിഡ്, പിന്നെ എന്തോ വിറ്റാമിൻ വിറ്റാമിൻ D3 അങ്ങനൊരു ടാബ്ലറ്റ് കൂടെ കഴിക്കാനുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും നൈറ്റ് ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. ഉച്ചക്കത്തെ ടാബ്ലറ്റ് കുറച്ച് കട്ടിയാണ് കേട്ടോ. കാൽസ്യത്തിന്റെ ഒരു ഗട്ടി ടാബ്ലറ്റ് ഉണ്ട്, ടൂ മച്ചാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അന്ന് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. സർപ്രൈസ് മറ്റേ സംഭവം ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞത് ദയവ് ചെയ്തത് യൂട്യൂബിൽ ഇടരുത് എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ബർത്ത് വ്ളോഗൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. എല്ലാവരും പറഞ്ഞു അതൊന്നും എടുത്തിടല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഇട്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ അതൊന്നും നമുക്ക് എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും അപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ നാട്ടിൽ പോകുന്നത് നമ്മൾ ഒരുമിച്ചാണ് പോവാ. ഞാനും ആദിശം ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ 2 months കഴിയുമ്പോൾ ആദിശ് തിരിച്ചു വരും. പിന്നെ ബേബി വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. സോ പിന്നെന്താണ് ഗൈസ്, ഞാൻ പ്രഗ്നന്റ് ആയ കഥയല്ല, അത് നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ കൊച്ചു തെളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോർമലി പ്രഗ്നൻസി ഒക്കെ നമ്മൾ കൺഫേം ചെയ്യുന്നത് പീരീഡ്സ് ലേറ്റ് ആയിട്ട് പീരീഡ്സ് ആവുന്നില്ല എന്ന് കാണുമ്പോഴാണല്ലോ. അപ്പൊ എനിക്ക് അതിന് മുന്നേ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. പീരീഡ്സ് ഒക്കെ ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ. അപ്പൊ ഞാൻ പറയുന്നുണ്ടായിരുന്നു ആദിഷിനോട്, എന്റെ വയറ്റിൽ ബേബി ഉണ്ട് എന്ന്. അപ്പൊ ആദിഷ് പറയും അവനത് വലിയ കാര്യമൊക്കെ എടുത്തില്ല. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് മറ്റേ 6th സെൻസ് ഉണ്ടെന്നൊക്കെ എന്തോ
നമ്മുടെ വയറ്റിലാണല്ലോ, അപ്പം നമുക്കൊരു ഫീലിങ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നമുക്ക് പീരീഡ്സ് ലേറ്റായി ഒരു 10 days കഴിഞ്ഞപ്പോൾ, കാരണം അത്രയും ഡേയ്സ് എനിക്ക് ലേറ്റ് ആവാറില്ല, എനിക്ക് റെഗുലർ പീരീഡ്സ് ഉള്ള ആളാണ്. അങ്ങനെ കുറേ ദിവസം ലേറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അങ്ങനെ നമ്മളൊരു പീരീഡ്സ് 10 days ലേറ്റ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ആ ചെക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് മേടിച്ച് ആദ്യമായിട്ട് ആ സാധനം മേടിച്ച് നമ്മൾ അത് ചെക്ക് ചെയ്തു. അപ്പോൾ അത് എന്താണെന്നൊക്കെ പഠിച്ച് കുറേ നേരം അവിടെ നോക്കിയത്. അപ്പോൾ ആദ്യം അത് നൈറ്റാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ മോർണിംഗിൽ ചെക്ക് ചെയ്യണം എന്നാണ്, യൂറിനിലാണല്ലോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗിൽ ഫസ്റ്റ് യൂറിനിൽ ചെക്ക് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ നമുക്കത് മേടിച്ച സ്ഥിതിക്ക് ഒരെണ്ണം മേടിച്ചോളൂ താനും, നമുക്ക് വയ്യ അത് നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു ഇത് രണ്ടുപേർക്കും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരോട് ഓക്കെ ചെക്ക് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാൻ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേനും ആദിശന് എന്താ കോള് വന്ന് ആദിശ് പുറത്തോട്ടേ. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും. അതിനകത്ത് ഞാൻ കണ്ടടാ 2 ലൈൻ അതിനകത്ത് വന്നു. അപ്പോൾ അല്ലേലേ എനിക്കൊരു എനിക്കിതൊന്ന് കൺഫേം ചെയ്താൽ മതി, എനിക്കറിയാം പ്രഗ്നന്റ് ആണെന്ന്. പക്ഷെ ഇതെങ്ങോട്ട് വന്നപ്പോഴത്തേനും ആദിശനെ എന്നിട്ട് ഞാൻ കാണിച്ചു. അപ്പോഴത്തേനും അവൻ പിന്നെ ഫോൺ കോളൊക്കെ അങ്ങ് തുടങ്ങി, എല്ലാവരെയൊക്കെ വിളിച്ചറിയിക്കാനൊക്കെ തുടങ്ങി. ഞാനും അമ്മയോടും ചേച്ചിയോടും ഒക്കെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതാണോ? അപ്പോൾ ആണെന്ന് തോന്നുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്നാണ് അവർ പറഞ്ഞ. ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും രണ്ടുപേരും കാണിച്ചില്ല. അങ്ങനെ കാരണം നൈറ്റാണ്, അവിടെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാനീ കാണിക്കുന്നത്. പിന്നെ ഞാനേ അവർക്ക് കുഞ്ഞാണ്, 10-30 വയസ്സാവാറായെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ കുട്ടിയാണല്ലോ. സോ ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മേ ബി എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു ഡൈജസ്റ്റ് ആവാൻ തന്നെ സമയം എടുക്കും. കല്യാണം കഴിച്ചു എന്ന് തന്നെ പറയുമ്പം എൻ്റെ കസിൻസിനൊക്കെ അത് കാവും ഇപ്പോഴേ കെട്ടണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് പിള്ളേരാണുള്ളത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. വളരെ കുറച്ച് കൊഞ്ചം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നഗ്നസത്തെ ഞാൻ തിരിച്ചറിയുന്നു. ബട്ട് ആദിശ് കൊഞ്ച് കഴിക്കില്ല, ആദിശിന് കൊഞ്ച് അലർജിയാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ, അതുകൊണ്ട് അത് മതി. പിന്നെ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഒരുപാട് കൊഞ്ച് കഴിക്കാത്തതാണ് നല്ലത്. ഇങ്ങനെ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കൊഞ്ച് കഴിക്കാൻ പാടില്ല, കൊഞ്ച് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് തോന്നുന്നു. ഐ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പിന്നെ ഞാൻ ChatGPT-യിലൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു കഴിക്കാം, മെർക്കുറി കണ്ടന്റ്. പിന്നെ സീ ഫുഡിൽ മെർക്കുറി കണ്ടന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആയിരിക്കാം. എന്തായാലും ഞാൻ കുറച്ച് കഴിക്കാനാണ് എൻ്റെ ഉദ്ദേശം. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഗ്യാസിന്റെ ഒക്കെ ഇഷ്യൂ ഇങ്ങനെ അങ്ങനെയൊക്കെ വരും. അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ വിളിച്ച് നമ്മൾ ജസ്റ്റ് നമ്മുടെ രണ്ടുപേരുടെ ഫാമിലിയിൽ മാത്രം പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്യാൻ പോയി, ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി. വൃത്തിയാക്കി കൊഞ്ചിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ സെറ്റ് ചെയ്യണ്ടേ. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും, മഞ്ഞപ്പൊടി എടുക്കാനുള്ളതാണ്, കുറച്ച് ഉപ്പ് മതിയായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ ഇവിടെ ഒരു കൊഞ്ച് പ്രസവം കൊഞ്ച്, അതാണ് പ്രസവമായിട്ടില്ല എന്നാലും ആ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മള് നെക്സ്റ്റ് ഡേ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ എന്താ, നമുക്കറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ് പോയത്. ഞാൻ അതും സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത്. കാരണം പനിയൊക്കെ വരാറുണ്ട്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എനിക്കൊരു പനി ഉറപ്പാണ്. കാരണം ഇവിടെ തണുപ്പ് ഭയങ്കര എക്സ്ട്രീമാണ്. തണുപ്പ് വന്നാൽ എക്സ്ട്രീം, മഴ വെയിൽ വന്ന എക്സ്ട്രീം, ചൂട് വന്ന എക്സ്ട്രീം എന്ന് പറയുന്ന പോലെ. അപ്പം എല്ലാം എക്സ്ട്രീം ആയതുകൊണ്ട് അത് വരുമ്പോൾ എനിക്ക് ഒരു ഇത് ഉറപ്പാണ്, പനി ഉറപ്പാണ്. പക്ഷെ ആ പനി നമ്മളുടെ നാട്ടിലെ പാരസിറ്റമോൾ പോലെ ഇവിടെ ഒരു അഡോൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതങ്ങ് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഈ വീഡിയോ മൊത്തം ചുമയും
എന്തൊക്കെയോ ആണല്ലേ. ബട്ട് അപ്പൊ ആ പനി അങ്ങനെ മാറുന്നോണ്ട് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ബട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ ഒരു ഹോസ്പിറ്റൽ കണ്ടു. അവിടുത്തെ ഒരു സിസ്റ്റം തന്നെ മൊത്തത്തിൽ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ. മറ്റേ പ്രിസ്ക്രിപ്ഷൻ ഒന്നും അതിപ്പോ നാട്ടിലുണ്ടായിരിക്കുമല്ലോ, പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഡോക്ടേഴ്സ് ഇങ്ങനെ എഴുതുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം സിസ്റ്റത്തിലാണ്. അവരെല്ലാം സിസ്റ്റത്തിലാക്കുന്നു. നമ്മൾ സ്കാൻ ചെയ്യുക, മരുന്ന് മേടിക്കുക, സ്കാൻ ചെയ്യുക, അത് ചെയ്യുക. അങ്ങനെ ബാർകോഡും മറ്റേ പരിപാടികളും അങ്ങനെ സ്കാനിങ്ങും പരിപാടികളും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ടെസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ്സ് പോസിറ്റീവ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ പ്രഗ്നന്റ്, വി ആർ പ്രഗ്നന്റ് എന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ കുറച്ച് കലിപ്പാണ്, എവിടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് കലിപ്പ് ഡോക്ടർ. പക്ഷെ ലാസ്റ്റ് ടൈം ആള് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഡിഫറെന്റ് ആംഗിളുകളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണോ. അങ്ങനെ നമ്മള് ചെക്ക് ചെയ്തപ്പോ പോസിറ്റീവ് ആയിരുന്നു. സോ നമുക്കത് കൺഫേം ചെയ്തു. ആൻഡ് പിന്നെ ഡോക്ടർ മറ്റേ ഇങ്ങനെ ഡോക്ടറിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ടൈം പറയും, ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നമ്മൾ സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു. ബട്ട് ആ ദിവസം നമ്മൾ വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് സ്കാനിങ്ങിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കിട്ടുന്ന സ്കാനാണ്, പൊസിഷൻ അറിയാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് അതും ഇതുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഈസ് December 10th, ഞങ്ങളുടെ 2nd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഈ 2nd വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ സ്കാനിങ്ങിന് പോവാണ്. അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ കേക്ക് ഒന്നും കട്ട് ചെയ്തില്ല. നമ്മൾ ഈ എക്സൈറ്റ്മെന്റിൽ ഇതിന് പോവാം. നമ്മൾ പോയി സ്കാനിങ്ങിന് പോയിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ അതിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കലി 5th വീക്കോ 4 or 5 വീക്സ് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ ഹാർട്ട് ബീറ്റ് വരത്തില്ല ചിലർക്ക് 6 വീക്ക് 7 വീക്ക് 8 വീക്ക് ഒക്കെ ആവും. പിന്നെ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ. ഞങ്ങൾ പിന്നെ ഉച്ചൂടെ നീട്ടി ഞാനൊരു 8th വീക്ക് കംപ്ലീറ്റ് ആയപ്പോഴാണ് ഞാൻ പോയപ്പോ അപ്പൊ ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നു, ഓൾ ഓക്കെ, നോർമൽ. അങ്ങനെയായിരുന്നു നമ്മുടെ 2025 ഡിസംബറിലാണ് ഇതെല്ലാം നടന്നത്, നവംബർ ഡിസംബർ മാസങ്ങളിൽ. അങ്ങനെ പ്രഗ്നന്റ് ആണ് നമ്മൾ കൺഫേം ചെയ്ത്. നമ്മള് തേങ്ങ നമുക്ക് വറുത്ത് അരയ്ക്കണമല്ലോ. സോ നമ്മൾ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ചുമന്നുള്ളി, തേങ്ങ. ഇത്ര തേങ്ങ മതി, കാരണം ഞാൻ പറഞ്ഞില്ലേ കൊഞ്ച് കുറവായതുകൊണ്ട് കുറച്ച് തേങ്ങ മതി. ഇതിനകത്ത് കുറച്ച് വലിയ പീസായിട്ട് കിടക്കുന്നു, നീ എടുത്ത് മാറ്റുമായിരുന്നു. ഓക്കെ, ഇത്ര തേങ്ങ മതി, ഇതിന് അധികമായിരിക്കും. ഓക്കെ, തേങ്ങ എടുത്തു. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. ഒരു പാത്രം വീണതാ, ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല ഒരു ബ്രൗൺ, ഭയങ്കരമായിട്ട് ബ്രൗൺ ആവണ്ട, എന്നാലും ഒരു തേങ്ങ മൂപ്പിക്കുമല്ലോ ആ ഒരു കളറാകുമ്പോൾ നമുക്കത് എന്നിട്ട് തണുത്തിട്ട് എന്ത് ചെയ്യാം, അരയ്ക്കണം. പിന്നെ നമ്മൾ വഴറ്റി എന്താ ചെറിയ ഉള്ളിയും ബാക്കി തക്കാളിയോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള ഇതൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളറായി. കാരണം പലതും പല വലിപ്പത്തിലാണ് കിടക്കുന്നത്, നമ്മളല്ലല്ലോ തിരുമ്പുന്നത്. സോ പിന്നെ നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ആൻഡ് കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ എൻ്റെ കുരുമുളകായിട്ടില്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കിയിട്ട് ഇനി അത് കുറച്ച് തണുത്തതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാൻ. നിർത്തി. കുറച്ച് എന്താണ് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി 3-4 അതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു രസമുള്ള, പിന്നെ ഒരു തക്കാളിയുടെ ഈ ഒരു പാർട്ട് ഞാൻ വെട്ടി. കുറച്ച് തക്കാളി, ചെറിയൊരു തക്കാളി, പിന്നെ 2-3 പച്ചമുളകും കറിവേപ്പിലയാണിത്. കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിൻ്റെതായ ഒരളവിൽ ചെറിയതായിട്ടൊക്കെ അരിയാം. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ പുളി, തക്കാളി ഇടുന്നതുകൊണ്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ പുളി അരയ്ക്കുകയോ ചെയ്യാം കേട്ടോ. സോ നമുക്ക് പരിപാടി വാങ്ങാം. ഞാൻ വീഡിയോയുടെ ആദ്യം ആരുടെയും ശല്യമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞത് ഒരു ബാഡ് സെൻസിൽ എടുക്കരുത് ആരും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ആഫ്റ്റർ മാരേജ്
നമ്മളിപ്പം മാറി താമസിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം ഇപ്പോൾ ഉണ്ടല്ലോ. ശരിക്കും അത് കുറച്ച് കാലമെങ്കിലും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവർ ഒന്ന് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, മീൻസ് അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഒരുപാട് കൺഫ്യൂഷനിലൂടെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. വരണോ വേണ്ടേ, ശരിയാവോ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് എവറിത്തിങ് എല്ലാം ആലോചിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നിർബന്ധത്തിന് വന്നതെന്ന് തന്നെ പറയാം. അങ്ങനെ വന്നതാണ്. ബട്ട് ഇപ്പം അതെന്തുകൊണ്ടും നല്ലൊരു ഡിസിഷനായി എന്നേ എനിക്ക് തോന്നാറുള്ളൂ. കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും രണ്ടിടത്ത് നിന്നിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഞാനും ആദിശും രണ്ടുപേരും, ഞാൻ അവിടെയാണെങ്കിൽ ആദിശിൽ അവിടെയാണ്, അങ്ങനെ രണ്ടുപേരും രണ്ട് എക്സ്ട്രീം ക്യാരക്ടറുള്ള ആളുകളായതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായാണ് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്തും കല്യാണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 year ആകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ച ആളുകളായതുകൊണ്ട് തന്നെ ഭയങ്കരമായ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഒട്ടും അങ്ങോട്ട് ഒരാൾ തല എന്ന് പറഞ്ഞാൽ ഒരാൾ വാലോ എന്ന് പറയുന്ന സിറ്റുവേഷൻ മനസ്സിലാവുമല്ലോ, എല്ലാ ഫാമിലിയിലും അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ, ഓക്കെ ഇതിങ്ങനെയാണ് അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരുമിച്ച് ജീവിച്ചേ പറ്റുള്ളൂ. നമ്മൾ വേറെ എവിടെയെങ്കിലും ആണ് നിൽക്കുന്നതെങ്കിൽ അതിനിടയിൽ കയറി അഭിപ്രായം പറയാനും അതിനിടയിൽ കയറി മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ വഴക്കിട്ട് നമുക്ക് തമ്മിൽ സോൾവ് ചെയ്യാം, നമുക്ക് തമ്മിൽ സംസാരിച്ചത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊരു ബാഡ് ഒരു സംഭവമായിട്ട് എടുക്കരുത്, എല്ലാവരും ശല്യമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളുടേതായ ഒരു സ്പേസിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊരു പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ആളാണ്. പ്രൈവറ്റ് ലൈഫ് ഇൻ ദ സെൻസ്, അപ്പോൾ നീ എന്തിനാ യൂട്യൂബ് ചാനൽ അങ്ങനെയല്ല, എൻ്റെ കാര്യങ്ങളിൽ കയറി മറ്റുള്ളവർ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ എല്ലാ കാര്യങ്ങളിലും കയറി അതെന്താ ഇതെന്താ മറ്റെന്താ അങ്ങനെ ചോദിക്കുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. ആദിഷ് നേരെ ഓപ്പോസിറ്റാണ്. ആരെന്ത് പറഞ്ഞാലും ആദിഷിന് അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നുള്ളതാണ്. ആദിഷ് മൈൻഡ് ചെയ്യത്തില്ല, പക്ഷെ പറയുന്നതിൽ അവന് പ്രശ്നമില്ല. അത് ഒരു വിധത്തിൽ നല്ലതാണ്, മറ്റൊരു രീതിയിൽ നമ്മൾ ഒന്നിനോടും റിയാക്ട് ചെയ്യാതെ ജീവിക്കുന്നത് ശരിയുമല്ല. എവറി കോയിൻ ഹാസ് 2 sides ആണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 1.5 years നമ്മളിപ്പോൾ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ മാറ്റങ്ങളും ഉണ്ടായതും. നമുക്കിപ്പം നമ്മളെങ്ങനെ ചിന്തിക്കും, നമ്മുടെ പാർട്ട്ണർ വാട്ട് നെക്സ്റ്റ് എന്തായിരിക്കും ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ നമുക്ക് കിട്ടി. നമുക്ക് ക്ലിയർ പിക്ചർ. നമ്മൾ കല്യാണത്തിന് മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ മാരേജ് ലൈഫ് വളരെ ഡിഫറെൻ്റ് ആണ് ഗൈസ്, വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം കല്യാണത്തിന് മുന്നേ നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആഫ്റ്റർ മാരേജ് അതിലേക്ക് ഒരുപാട് പേര്, പുതിയ പുതിയ ആളുകൾ വരികയും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ആള് അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ കട്ടക്കിരിക്കുന്ന ആളായിരിക്കണം. ആദിഷ് കൈൻഡ് ഓഫ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് തോന്നുന്നു. ബട്ട് തുടക്കമൊക്കെ ആള് നാട്ടുകാരെന്ത് പറയും, ഇതിങ്ങനെ ആയാലും അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയൊന്നും നമുക്ക് ഈ കാലത്ത് ജീവിക്കാനേ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കുറേ തിരിച്ചറിവുകൾ ഇനിയും എല്ലാവർക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ട കാര്യമേ അല്ല. നമ്മുടെ ഇപ്പോഴത്തെ ബോയ്സൊന്നും അങ്ങനെയുള്ള ബോയ്സൊന്നും അല്ല. പിന്നെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എല്ലാവരും അവരവരുടെ ലൈഫൊക്കെ നോക്കി അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അതെ. അപ്പോൾ ബൈ ദ ബൈ ഞാൻ പറഞ്ഞു വന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, അതാണ്. സോ നമുക്ക് കറി ഉണ്ടാക്കാം ഗൈസ്, കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സൗദിയിൽ വന്ന് നിന്നതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും സംഭവിച്ചില്ല, നല്ലത് സംഭവിച്ചുള്ളൂ. ഞാൻ കുക്കിംഗ് പഠിച്ചു, ഞാൻ PG ജോയിൻ ചെയ്തു, ഞാൻ എൻ്റെ തന്നെ ചിലവിൽ ഞാൻ തന്നെ അഡ്മിഷൻ എടുത്ത്, അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ
ഞാൻ തന്നെ സമ്പാദിച്ചുണ്ടാക്കിയ പൈസയിൽ ഞാൻ തന്നെ അഡ്മിഷൻ എടുത്ത്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു PG ചെയ്യണം. ഞാൻ BSc ഫിസിക്സാണ് ചെയ്തത്, ദെൻ B.Ed ചെയ്തു, ദെൻ എനിക്ക് MSc ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന്, ഇപ്പം വെറുതെ ഇരിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അഡ്മിഷനൊക്കെ എടുത്തു, അതും നടന്നു. പിന്നെന്താ, അങ്ങനെ അത്യാവശ്യം നല്ലൊരു 2025 വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനെ പോയ വർഷമാണ്. 2026 ഇതാണ് അതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി തേങ്ങ അരച്ച് ഇത് വഴറ്റി കറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ, അല്ലെ, കൊഞ്ച് തീയലൂടെ ആയിക്കഴിഞ്ഞാൽ വ്ലോഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച അല്ലെ നാടൻ സ്റ്റൈൽ പ്രോൺസ് കറിയും ചോറും കൂട്ടി ഇനി ഞാൻ അത് കഴിക്കും ഉച്ചയ്ക്ക്. ഉച്ചയായില്ല, അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നട്ട്സ് അതൊക്കെയാണല്ലോ ഇപ്പൊ കഴിക്കേണ്ടുന്നത്, അതൊക്കെ കുറച്ച് കഴിക്കും. ഫസ്റ്റ് ഒരു 3 months എനിക്ക് എല്ലാം ഒന്നും കഴിക്കാമെന്നും മീൻസ് തോന്നുന്നുണ്ടായിരുന്നില്ല, വിശപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മന്ത്, ഇത് എത്ര വട്ടം ഞാൻ പറഞ്ഞല്ലേ, നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോവാ. യെസ്, നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോവാണ്. മിക്കവാറും അതായിരിക്കും ഇനി എൻ്റെ അടുത്ത വ്ളോഗ്. ബിക്കോസ് കൈ വേനിക്കുന്നു. ലാസ്റ്റ് ടൈം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് മാത്രമല്ല, പെട്ടി ചട്ടി ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് വേറൊരു കൺട്രിയിലോട്ടൊക്കെ. അപ്പം മൊത്തത്തിൽ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നത്, അവിടെ എത്തുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ബട്ട് സ്മൂത്ത് ആയിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങ് പോയിരുന്നു. ബട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് പെട്ടിയും ചട്ടിയൊന്നും എടുക്കണ്ട, അതെല്ലാം ആദിഷിൻ്റെ തലയിലാണ്. എനിക്കിങ്ങനെ മറ്റേ ഫ്രണ്ടിൽ രാജാവ് പോകുന്ന പോലെ പോയാൽ മതി. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് പിന്നെ ഒരു മൂഡൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും ബാക്ക് ടു കേരള, ബാക്ക് ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വ്ളോഗ് എടുക്കുന്നുണ്ടായിരിക്കും. അത് നൈസായിരിക്കും. പക്ഷേ എന്തോ സർപ്രൈസ് ആയിട്ട് വരാനൊക്കെയാണ് ആദിഷ് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാവരെയും എയർപോർട്ടിലൊക്കെ വിളിച്ച് വരുത്തി നമുക്ക് കുറച്ച് സീനൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ബട്ട് ആദിഷ് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് മന്ത് വരുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ അതായിരിക്കും മേ ബി എൻ്റെ നെക്സ്റ്റ് വ്ളോഗ്. അന്ന് വ്ളോഗ് എടുക്കാനൊരു മൂഡ് ഉണ്ടെങ്കിൽ അത് വ്ളോഗ് ആക്കാം. എനിവേ, യൂട്യൂബ് ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് പഴയ വീഡിയോസൊക്കെ നിങ്ങൾ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ കണ്ടു നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.